ഇന്ന് നമ്മുടെ ഒരു ഗുരുവായൂർ വെഡിങ് ആണ് കേട്ടോ. നമ്മുടെ ബ്രൈഡിൻ്റെ പേര് അനുപമ എന്നാണ്. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ. അപ്പം അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ പതിയെ കാണിച്ചു തരാം. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഗുരുവായൂർ ബ്രൈഡ്സ് കാണിക്കാനുള്ള പരിപാടിയാണ്. ഒരുപാട് വർക്ക്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല. അത് കാരണം ഇതൊക്കെ കുറച്ച് പഴയ വീഡിയോസാണ്. ഇതിലും പഴയ വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യാൻ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് അല്ലെങ്കിൽ ഫുൾ വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിതാ വന്നു, സാരി അയൺ ചെയ്ത് സെറ്റ് ചെയ്യണേ. നമുക്ക് വെച്ച് നോക്കാം എന്തെങ്കിലും റിലേഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് ഞങ്ങളുടെ സബ്സ്ക്രൈബറാണ് അനുപമയുടെ വെഡിങ് ആണ്, ഗുരുവായൂരാണ്. ഞങ്ങൾ വളരെ നേരത്തെ അല്ലേ, ഇപ്പൊ സമയം ഏകദേശം ഒരു 5 മണി 5 ആയിട്ടുണ്ടാവും. അപ്പൊ ഫസ്റ്റ് ലുക്ക് ആണ് കേട്ടോ. ഫസ്റ്റ് ലുക്ക് നമ്മൾ സാധാരണ എല്ലാവർക്കും സെറ്റ് മുണ്ട്, സെറ്റ് സാരി അങ്ങനെയൊക്കെ ഇടും. അങ്ങനെയല്ല, നോർമൽ പട്ട് സാരി തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ലുക്കിൽ. പക്ഷെ ഒരു മാല അങ്ങനെയൊക്കെ ഇടുന്നുള്ളൂ. അനുപമ എന്താ ചെയ്യണേ? കൊല്ലത്താണ്, കൊല്ലം കരുനാഗപ്പള്ളി അല്ലെ, അവിടെയാണ്. അപ്പൊ നമ്മുടെ ഗുരുവായൂർ വെഡിങ് നമ്മളിങ്ങനെ തേടി കണ്ടുപിടിച്ച് വന്നേക്കാണ് കേട്ടോ. പക്ഷെ സത്യത്തിൽ ഓരോ ഓപ്ഷൻ വേറെ നമുക്കിപ്പം ഒരുപാട് ഇങ്ങനെ ഈ എന്താ പറയാ പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറയുന്ന ഒരുപാട് ഓപ്ഷൻ. പക്ഷെ ഇത് മാത്രം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ അമ്മയുടെ ഇത് കിട്ടുമോ ഒരു ടെൻഷൻ കിട്ടിയതല്ലേ. അപ്പൊ നമുക്ക് അല്ലെ മേക്ക് ഓവർ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആളുടെ സിസ്റ്ററിനോ ഉണ്ട്, ആൾക്ക് റെഡി ആവണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗുരുവായൂർ വിശേഷങ്ങളാണ്. പതുക്കെ നമ്മൾ വേഗം കാണിക്കാം. അപ്പൊ ഇന്ന് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സ്കിന്നൊക്കെ പ്രിപ്പ് ചെയ്ത് എയർ ബ്രഷ് ആണ് ചെയ്യണേ. ഘട്ടമായിട്ട് കാണിച്ചുതരാം. പക്ഷെ അതവിടെ എന്തൊക്കെ ഭയങ്കര വർത്താനം അവിടെ ചേച്ചീൻ്റെ അവിടെ. അപ്പൊ നമുക്ക് വഴിയെ പിന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെടാൻ വരുന്നത് കൊയ്യ. അപ്പം ഞാൻ അവിടെ അനുപമയ്ക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ശ്വേതയെ നമ്മുടെ ബ്രൈഡിൻ്റെ സാരി അയൺ ചെയ്ത് തരികയാണ് കേട്ടോ. അനുപമയുടെ സിസ്റ്റർ ഇൻ ലോയും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പം ആൾക്കും ഒരു ചെറിയൊരു ലൈറ്റ് മേക്കപ്പ് ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ സ്കിൻ പ്രപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആൾ വെഡിങ്ങിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു മേക്കപ്പ് ചെയ്യണത്. അനുപമയുടെ ഫേസ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ ഉണ്ട്. അങ്ങനെ കുറച്ച് മേക്കപ്പ് പണികളൂടെ ബാക്കിയുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ അങ്ങനെ നമ്മുടെ അനുപമയുടെ ഫേസ് കഴിഞ്ഞു. ഫേസ് കാണിച്ചു കൊടുത്തിട്ടില്ല, കണ്ടേ ഫേസ് മൂക്കുത്തി ക്ലീൻ ചെയ്യാനുണ്ട്, അത് ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. മിററിൽ നോക്കിയേ. പിന്നെന്താ കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് എന്തായാലും ബാക്കി ഹെയറും ഓർണമെന്റ്സും സാരിയൊക്കെ ഉണ്ട്. നമുക്ക് സാരി എടുക്കാം അല്ലേ. നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഇതിപ്പോ മഞ്ഞ ലൈറ്റാ, മുകളിലത്തെ ലൈറ്റ് കാരണം സാരി എടുക്കാം നമുക്ക്. ഓക്കെ, ഇത് നമ്മുടെ അനുപമയുടെ സിസ്റ്റർ ഇൻ ലോയാണ്. ചേച്ചി ഇതുവരെയായിട്ട് മേക്കപ്പ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. നമ്മുടെ ശ്വേതയുടെ കൈകളി. ചേച്ചി ഭദ്രമാണ്, ചേച്ചി പേടിക്കണ്ട. ലെൻസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളതിന് ഊരിക്കുമെന്ന് അറിയില്ല. സോ അതെ, ചിലപ്പോൾ ഊരുമായിരിക്കും, അറിയില്ല. ഫസ്റ്റ് ടൈം ആണ് മേക്കപ്പ് ചെയ്യണേ. കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചിയോടൊന്ന് ചോദിക്കാമല്ലേ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ അനുപമയുടെ സാരി ഡ്രേപ്പിംഗ് കഴിഞ്ഞു. ഇത് നമുക്ക് ഹെയർ സ്റ്റൈൽ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്കിൻ്റെ പകുതി അല്ലേ. ഇത് നമുക്ക് ഹെയർ സ്റ്റൈൽ ഉണ്ട്, പൂവൊക്കെ വെച്ചിട്ട്. ഫ്രീ ഹെയർ ആണ്. നിങ്ങൾ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, നമ്മുടെ ചേച്ചിയുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ചേച്ചി ഇങ്ങോട്ട് നോക്കിയാൽ ഫോക്കസ് ചെയ്യാം. ബേസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ. അങ്ങനെ അനുപമയുടെ ഫസ്റ്റ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രീ ഹെയർ ആയിരുന്നു. അതുപോലെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും സെൻട്രൽ പാർട്ടീഷൻ എടുത്തിട്ടാണ് ചെയ്തത്. ആൾ അതിലാണ് കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. നമ്മൾ 2-3 ഹെയർ സ്റ്റൈൽസ് ഒക്കെ കാണിച്ചു കൊടുക്കും, എന്നിട്ടാണ് നമ്മൾ ഫൈനൽ ചെയ്യുക. പിന്നെ അതുപോലെ മുല്ലപ്പൂ ആണെന്നുണ്ടെങ്കിലും നമ്മൾ മുല്ലപ്പൂവും ചെത്തിയും കൂടെയാണ് മിക്സ് ചെയ്ത് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ആ ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് അനുപമ ഫോട്ടോ സെഷന് പോയി. ഇനി സെക്കൻഡ് ലുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലുക്കിന് അരളിയൊക്കെ വെച്ചിട്ട് മെസ്സി ബ്രൈഡാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ സെക്കൻഡ് സാരി അയൺ ചെയ്യലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനി സെക്കൻഡ് സാരി അവർ തളികയിൽ വെച്ചിട്ടാണ് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ബോക്സ് പ്ലേറ്റ് ചെയ്ത് നമ്മൾ ചേച്ചീനെ ഏൽപ്പിക്കാണ് ഉണ്ടായത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചേച്ചി റെഡി. ചേച്ചിക്ക് കൊണ്ടുപോകാൻ നമ്മൾ സാരി ബോക്സ് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മറക്കണ്ട കേട്ടോ ചേച്ചി കൊണ്ടുപോകാനായിട്ട്. ചേച്ചിയുടെ ഹെയർ ഇന്നലെ ബൊട്ടോക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തിരിഞ്ഞേ, ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് സ്ലൈഡ് ചെയ്ത് ഇച്ചിരി മുല്ലപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിരിഞ്ഞോ,
നമുക്കങ്ങനെ വേറെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി, ഹെയർ സ്പ്രേ പോലും നിങ്ങൾ അടിച്ചിട്ടില്ല. അപ്പോൾ അതാണ് കേട്ടോ ഹെയർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇനി സെക്കൻഡ് ലുക്കിൽ ഇവരെല്ലാവരും കാണാം അല്ലേ? അപ്പോൾ അടുത്ത ലുക്കിൽ കാണാം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായിരുന്നു. നല്ല ഇഡ്ഡലിയും വടയും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ജസ്റ്റിനാണ് കേട്ടോ. ഇടയ്ക്ക് ജോൺലി ഇല്ലാത്തപ്പോൾ ജസ്റ്റിനാണ് ഞങ്ങളിപ്പോൾ കൊണ്ടുപോകാറ്. അപ്പോൾ ജസ്റ്റിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി സ്റ്റേജ് ഡെക്കറേഷനൊക്കെ പോയി കണ്ടു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി സ്റ്റേജൊക്കെ കണ്ടിട്ട് വരും. കാരണം ഒരു സെക്കൻഡ് ലുക്കിന് വരാൻ വേണ്ടി കുറച്ചും കൂടി സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പോയി കണ്ടിട്ടാണ് വരും. അപ്പോൾ അങ്ങനെ താലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നാഗവല്ലിയാണോ നീ? ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. ഇതവരോട് ഇരിക്കുന്നു ബാഡി. ഞങ്ങൾ മുന്നേ ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഏതാ ബ്രൈഡ് ഓർമ്മയില്ല. ഞങ്ങൾക്ക് ചേച്ചിയുടെ ഒരു സാരി അയൺ ചെയ്ത് വെക്കാനുണ്ട്. വാ, ഇതാണ് റൂമേ കറക്റ്റായി. ഓക്കെ, കുറച്ച് പേര് ചോദിച്ചായിരുന്നു ശ്വേതരി ടോപ്പ് എവിടെ നിന്നാന്ന്. ഇത് ഞങ്ങൾ പുതുക്കാട് ഷോപ്പിൽ നിന്ന് മേടിച്ചതാട്ടോ. മോഡൽ ഇത് ചിക്കൻ കാരിയുടെ ആണ്. തിരിഞ്ഞ് കണ്ട വേറെ ഇന്നർ ഇട്ടേക്കണേ. അപ്പം അത്രേ അങ്ങനെ കാണുള്ളൂ. ഞാനെടുത്തു, പിന്നെ അത് ഓൾട്ടർ ചെയ്യാനൊക്കെ നിൽക്കണം. അപ്പം പിന്നെ ഞാൻ അങ്ങനെ എടുത്തില്ല. എടുത്ത് ട്രയൽ നോക്കി ഞാൻ. ഷേപ്പാക്കാനൊക്കെ നിൽക്കണം. അപ്പം അതൊന്നും എടുത്തില്ല. അപ്പോൾ ശ്വേതരി എടുത്തത് ഞങ്ങൾ പുതുക്കാട് ഷോപ്പിൽ നിന്ന്. ഞങ്ങൾക്ക് ഇതാ ഈ ഒരു സാരി അയൺ ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ സെക്കൻഡ് ലുക്കും കൂടി ഉണ്ട്. ദാച്ചിമോളെ നിനക്കെന്ത് വയ്യേ നിനക്ക്? നമ്മുടെ ബ്രൈഡ് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ലുക്കിനുള്ള കലാപരിപാടിയിലാണ്. സാരി ഇത് ചേച്ചീൻ്റെ സാരി അയൺ ചെയ്ത് വെച്ചതാട്ടോ. ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് ഞങ്ങൾ. യെസ്, അവർ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ വരും. ഇല്ല, വള ഇടുന്നില്ല. ഇതാണ് നമ്മുടെ മാല. ഒരു മാല നമ്മുടെ ബ്രൈഡിൻ്റെ കഴുത്തിലുണ്ട്. സ്വന്തം മുടിയാണെങ്കിൽ നമ്മൾ കഴുത്തില്ല. അങ്ങനെ നമ്മുടെ അനുപമയുടെ 2 ലുക്കും കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? ഫോട്ടോസ് ഇടുമ്പോൾ മറക്കരുതിട്ട് ഞങ്ങളെ. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ അനുസരിച്ച് തിരിഞ്ഞ് നമ്മൾ അരളി വേണിയെ വെച്ചിട്ടുള്ള പിന്നെ മെസ്സി ബ്രൈഡാണ്. ബാക്കിനൊക്കെ നല്ല രസമുണ്ടല്ലോ. ഇങ്ങനെ എന്തൊക്കെ ഞാൻ എടുക്കണ്ട കേട്ടോ. പിന്നെ ഇതും ആൾ ഗുണം തന്നെയാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതും വെച്ച് കൊടുത്തു. ഇങ്ങോട്ട് തിരിഞ്ഞ അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലുക്കും കഴിഞ്ഞ് ഹാപ്പി. യെസ്, അപ്പോൾ അത് ഞങ്ങൾക്കും സന്തോഷം. അപ്പോൾ ഒരു വിളിക്കുന്നുണ്ട്, ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് വരാം. അതിലെല്ലാവർക്കും ടാറ്റ പറഞ്ഞേ. ടാറ്റ പറ. വീഡിയോ നമ്മുടെ ചേച്ചി റെഡി. ചേച്ചി ഇഷ്ടമായില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? യെസ്, നമ്മുടെ ബ്രൈഡ് നമ്മുടെ ചേച്ചി. അപ്പോൾ നോക്കോ, ലേറ്റ് ആവണ്ട. ടാറ്റ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഗുരുവായൂർ വർക്ക് കഴിഞ്ഞു. ഞങ്ങൾ പോവാം. ടാറ്റാ. കുട്ടി പാക്ക്, അവിടെ പാക്ക് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ പോട്ടെ. അങ്ങനെ ഞങ്ങളുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് വരാം. അതിലെല്ലാവർക്കും ടാറ്റാ.